നമസ്കാരം, അമൃതാണ്. മലയാളി ഫ്രം ഇന്ത്യ ഇന്നലെ കണ്ടു. അപ്പോൾ എന്തായാലും സിനിമ തുടങ്ങിയ ഒരു പൊളിറ്റിക്കൽ സെറ്റയറിൽ ഇങ്ങനെ അത് കോമഡി ആയിട്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എവിടെയും വർക്കായില്ല. മകൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനും അങ്ങനെ വർക്കാവുന്നില്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചാണെങ്കിൽ ഇരിക്കുമായിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഏതാണ്ട് എൻ്റെ ആറായപ്പോഴത്തേക്ക് സിനിമ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റായി. അപ്പോൾ വീണ്ടും കൺഫ്യൂസായി. കാരണം ഇത്രയും നേരം ഈ വലിച്ചഴിച്ച കണക്ക് ഇനി വീണ്ടും അവിടെ കൊണ്ടിട്ട് എന്തരാണ് കാണിക്കാൻ പോണത്? കാരണം അതൊരു മരുഭൂമിയിലാണ് ബാക്കി നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെ സാധ്യതകളുണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് തന്നെ ആകെ ഇങ്ങനെ മണ്ണടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഒരു പാകിസ്ഥാനി കഥാപാത്രമായിട്ട്, ഞാനിതിപ്പോൾ സ്പോയിൽ ചെയ്യല്ല, അദ്ദേഹം നിവിൻ പോളിയായിട്ടുള്ളൊരു കോംബോയിലാണ് ഈ സെക്കൻഡ് ഹാഫ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ഇമോഷൻസും കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ട്, അത് പ്രത്യേകിച്ച് ഈ ഇമോഷനും വളരെ സബ്റ്റിലായിട്ടുള്ള അഭിനയങ്ങൾ, അത് വലിയ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ നന്നായിട്ട് അഭിനയിക്കാനുള്ളൊരു കഴിവ് നിവിൻ പോളിക്കുണ്ട്. അപ്പോൾ അതും ഇദ്ദേഹമായിട്ടുള്ളൊരു സിങ്ക്, അതൊരു പെർഫെക്റ്റ് സിങ്കായി വന്നപ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരു ചെറിയൊരു ജീവൻ ഫീൽ ചെയ്ത് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു അവസാനം വരെ സിനിമയ്ക്കകത്ത് അവിടെ വേറൊരു ഇമോഷണൽ ലെയറിലാണ് സിനിമ പോകുന്നത്. അവിടെ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ മാത്രമാണ് എൻജോയ് ചെയ്തത്. ബാക്കിയൊക്കെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളതിനെയൊക്കെ വിമർശിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം സിനിമയുടെ ആ ഒരു സെക്കൻഡ് ഹാഫ് കുറച്ച് ലൈഫുള്ളാണൊക്കെ തോന്നി. അത് നല്ലൊരു ഫീലിംഗും ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒത്തിരി അങ്ങോട്ട് വലിച്ചു നീട്ടിയെന്ന് വെച്ചാൽ നമുക്ക് അറിയാം എവിടെയാണ് പോകണമെന്ന് നമുക്ക് മനസ്സിലായെങ്കിലും അതങ്ങനെ ഒരുപാട് അങ്ങനെ വലിച്ചു നീട്ടിയാണ് കൊണ്ടുപോയത്. എങ്കിലും കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടർ, അയാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അപ്പോൾ ഭയങ്കര ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ച് ഹിന്ദിയിലൊന്നും കണ്ടിട്ടുള്ള ഒരാളല്ല. ഇനി വല്ല ഹോളിവുഡ് ആക്ടർ ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു. അത് നന്നായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളി അദ്ദേഹമായിട്ടുള്ള ആ ഒരു സിങ്ക്, അത് നല്ല പെർഫെക്റ്റ് ബാലൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ സിനിമ പിന്നെ ഇനി നോക്കണ്ടായിരുന്നു. അതുപോലെ ഒരു എലിയ, ഈ സിനിമയിലെ നിവിൻ പോളി ചെയ്ത കഥാപാത്രത്തിൻ്റെ ഒരു പ്രതീകം എന്നോണം ഒരു എലിയ ആ ഒരു പ്രതീകാത്മകമായിട്ട് ഒരു ലെയറിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ആ എലി ശരിക്കും ഗ്രാഫിക്സിൽ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അത് ഗ്രാഫിക്സ് ആണെന്നൊന്നും തോന്നത്തില്ല, നല്ല നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയായിട്ട് അങ്ങനെ ഒരു പെർഫെക്റ്റ് സിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എങ്കിലും ആ വർക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ജെയ്ക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജെയ്ക്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം ഒരു സിനിമയെ എലിവേറ്റ് ചെയ്യാനുള്ള ഒരു മ്യൂസിക്കും കൂടെ അതിൻ്റെ ഇടയിൽ വരുമ്പോഴത്തേക്ക് സിനിമ എവിടെയൊക്കെ വീക്കാവും അവിടെയൊക്കെ ഈ ഒരു മ്യൂസിക് വെച്ചൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ പല പോർഷൻസും, എസ്പെഷ്യലി ഇതിൻ്റെ ഇമോഷണൽ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് നല്ല രസമുണ്ട്. ആ സമയത്ത് പോകുന്ന BGM ആയിരുന്നാലും എസ്പെഷ്യലി അവസാനത്തെ സീക്വൻസിലൊക്കെ നല്ല ശരിക്കും ആ ഇമോഷണൽ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വർക്കാവുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ വരുമ്പോഴത്തേക്കാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോമിക് ലെവലിലൊരു പാട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. നന്നായിട്ടത് ചിത്രീകരിച്ചിട്ടുമുണ്ട്. നല്ല രസമായിട്ട് ആ പാട്ട് പോയിട്ടുമുണ്ട്. വിനീത് ശ്രീനിവാസനാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിനീത് ശ്രീനിവാസൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ചേർക്കപ്പെടാൻ ഒരു സോങ് കൂടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതി എന്നല്ല, അതിൻ്റെ ആ ഒരു വിഷ്വൽ കോറിയോഗ്രാഫിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ കമ്മ്യൂണൽ ഇഷ്യൂസും പൊളിറ്റിക്സും ഒക്കെ പറയുമ്പോഴത്തേക്ക് മുത്തപ്പനെ വലിച്ചുകൊണ്ട് അതിനിടയിൽ കയറ്റിയതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം എന്തായാലും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പൊളിറ്റിക്സ് പറയുന്നു. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് കൊണ്ട് നിർത്താൻ പറ്റിയത് മുത്തപ്പനാണ് എന്നുള്ളത് വളരെ വിഷമം തോന്നി. അത് ഞങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നെന്ന് തോന്നി. അതിന് പകരം വേറെ വല്ല കോലമോ തെയ്യോ മറ്റോ എടുത്തിട്ട് ഇത് ഓൾറെഡി ആളുകളുടെ ഇടയിൽ ഉള്ള ഒരു വിശ്വാസവും സമ്പ്രദായവും ഒക്കെയാണ് ഈ മുത്തപ്പൻ എന്ന് പറയുന്ന വിശ്വാസവും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും വിമർശനാത്മകമായിട്ട് സിനിമ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഒരു ഐഡലിനെ കൊണ്ടുവച്ചത് അതൊരു ഭയങ്കര വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ കൊണ്ട് അതിനകത്തൊരു പ്രതീകാത്മകമായിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് അതിനോട് ഒരു യോജിപ്പും തോന്നിയില്ല. പിന്നെ അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന അതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറ എഡിറ്റിംഗ് ഇതൊക്കെ നന്നായിട്ടുണ്ട്. ബാക്കി പറഞ്ഞ സ്ക്രിപ്റ്റും സംഭവം പിന്നെ മലയാളി എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഓവറോൾ ഈ ഒരു കൺഫ്യൂഷൻ വന്നുണ്ട്. അതായത് ഇതിനകത്ത് ഇത് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ ആംഗിളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ വെട്ടുകുത്ത് ക്രൈം പരിപാടികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്ന സിനിമകൾ ഞാൻ എൻ്റെ മക്കളെ കാണിക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കട്ട്സ് വന്നുകൊണ്ട് അത് സിനിമ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തലേ ദിവസമാണ് ട്രെയിലർ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടെന്ന് വെച്ച് പോയി കണ്ടതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടും കൂടെ കണ്ടതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു ബ്ലഡൊക്കെ അങ്ങനെ
ഏറി പറന്നാൽ മാത്രമേ അത് UAE പോവുള്ളൂ. ഇതിൽ അങ്ങനെയുള്ള സീനുകളൊന്നുമില്ല. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് എന്ത് പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യണം, എന്ത് കാണിക്കണം, എങ്ങനെ സ്റ്റോറി ടെല് ചെയ്യണം, ഇതൊക്കെ ഒരു കലാകാരൻ്റെ ഫ്രീഡമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. മറ്റുള്ളവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കാം. ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അപ്പോൾ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാത്രം ഷെയർ ചെയ്തതാണ്. ഈ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടറിൻ്റെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായതുകൊണ്ടും അതിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് 10 ഒരു 6 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.